കേരളത്തിൽ UDF സർക്കാർ ചരിത്ര വിജയത്തോടെ അധികാരമേറ്റെടുത്തതിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. OICC, ഇൻഗാസ് ഉൾപ്പെടെയുള്ള UDF സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ വിജയാഘോഷങ്ങൾ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 10 വർഷങ്ങൾക്ക് ശേഷം കേരളം UDF ഭരണത്തിലേക്ക് വന്നത് ദുബായ് ഇൻഗാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വൻ ആഘോഷമാക്കി. ജില്ലാ പ്രസിഡന്റ് വിജയ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അജ്നാഫ് കോക്കല്ലൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. UAE വടക്കൻ നഗരമായ അജ്മാനിലും സത്യപ്രതിജ്ഞ ആഘോഷം ഗംഭീരമായി നടത്തി. UDF പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും പങ്കെടുത്തു. അജ്മാൻ ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മാനംകണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നസീർ മുറ്റിച്ചൂർ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി നേതാക്കൾ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മനു മാമച്ചൻ സ്വാഗതവും ജോയിന്റ് ട്രഷറർ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. UAE അലയനിലും മലയാളി യുവാക്കൾ കേക്ക് മുറിച്ച് വിജയാഘോഷം നടത്തി. ഒമാനിലെ ഇൻകാസ് അഡ്ഹോക്ക് കമ്മിറ്റിയും വൻ ആഘോഷമൊരുക്കി. അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ കോത്തോട്ട് അധ്യക്ഷത വഹിച്ചു. കുര്യാക്കോസ് മാളിയേക്കൽ സ്വാഗതവും റിജി കെ തോമസ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്തു. പുതുയുഗത്തിലേക്ക് കൈപ്പിടിച്ച് കേരളത്തെ UDF സർക്കാർ നയിക്കുമെന്ന് യോഗം വിലയിരുത്തി. ഖത്തർ ഇൻകാസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ആഘോഷം നടത്തി. ജില്ലാ പ്രസിഡന്റ് നൌഫുൽ കട്ടുപാറ അധ്യക്ഷത വഹിച്ചു. പ്രവചന മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനദാനവും നടന്നു. വിജയിയായ അനിൽ ജോസഫിനെ ഫൈസൽ റസാഖ് സമ്മാനദാനം നടത്തി. ഖത്തറിലെ ഇൻകാസ് യൂത്ത് വിങ് വിജയബേരി 2026 പേരിലാണ് ആഘോഷം നടത്തിയത്. പ്രവർത്തകർ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.